അതിൻ്റെ ആരാധനയുടെയും അനുബന്ധമായ ആത്മീയ കാര്യങ്ങളുടെയും ഭാഗമായി അത് ഗാനങ്ങളായി, കീർത്തനങ്ങളായി, ഭജൻസായി അത് രൂപം കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ആരാധനയോടനുബന്ധിച്ചും ഗാനങ്ങൾക്ക് ഗണ്യമായ സ്ഥാനം നൽകുന്നതായി ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുവാൻ ഗാനത്തിന്, മ്യൂസിക്കിനുള്ള സ്വാധീനം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കി വരുന്നു. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരറ്റത്തായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പണ്ഡിതനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മുറി. അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ അവിടെയാണ് താമസിച്ചിരുന്നത്. തിരുമേനി രാത്രിയിലും പകലും വായനയും പഠനവും എഴുത്തുമൊക്കെയായി സമയം ചെലവഴിക്കും. തിരുമേനിയുടെ മുറിയുടെ അടുത്ത സ്റ്റെയർ കേസ്, അതിലേക്ക് കയറി വേണം ഞങ്ങൾക്ക് മുറിയിലേക്ക് പോകാനായിട്ട്. തിരുമേനി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് സൈലൻസ്, പൂർണ്ണ നിശബ്ദതയായിരിക്കും ഫ്ലോറിൽ. പക്ഷേ അതിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാം ഗ്രിഗോറിയൻ ചാൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബസ്സിലും കാറയിലും ഒക്കെ കേൾക്കുന്നത് പോലെയുള്ള ശബ്ദബഹളങ്ങളല്ല, വളരെ ശാന്തമായി തിരുമേനിയുടെ വായനയും പഠനത്തെയും എഴുത്തിനെയും ആഴത്തിൽ സ്വാധീനിച്ചിരുന്നതാണ് ഗ്രിഗോറിയൻ ചാൻറ്റിങ്. അതുപോലെയുള്ള പൗരസ്ത്യ ആധ്യാത്മികതയുടെ മ്യൂസിക് ആൻഡ് സോങ്സ്. തിരുമേനി അത് കേട്ടുകൊണ്ട് ഒരു വശത്ത് കേൾവിയുണ്ട്, മറുവശത്ത് വായനയുണ്ട്, പഠനമുണ്ട്, തിരുമേനിയുടെ എഴുത്തുമുണ്ട്. വേദപുസ്തകത്തിൽ പാട്ടിന് ഗണ്യമായ സ്ഥാനമുണ്ട്. വേദപുസ്തകത്തിലെ ഒരു പുസ്തകം തന്നെ പാട്ടുകളാണ്. സങ്കീർത്തനങ്ങൾക്കുള്ള ഒരു വിശേഷണം സാംസ് ആർ സോങ്സ് എന്ന. സങ്കീർത്തനങ്ങളെല്ലാം പാട്ടുകളാണ്. അതിൻ്റെ മ്യൂസിക് കോഡ് വരെ ചിലതിൻ്റെ ആ സങ്കീർത്തനങ്ങളോട്, വാക്യങ്ങളോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. മിറിയാമിൻ്റെ പാട്ട് നമുക്ക് പഴയ നിയമത്തിൽ അറിയാം. ഹന്നായുടെ പാട്ടുണ്ട്, പുതിയ നിയമത്തിൽ മറിയാമിൻ്റെ പാട്ടുണ്ട്. തുടങ്ങി പാട്ടുകൾ കൊണ്ട്, ഗാനങ്ങളും കീർത്തനങ്ങളും കൊണ്ട് തിരുവചനം സമ്പുഷ്ടമാണ്. പാട്ടുകൾ കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു, മനുഷ്യ മനസ്സുകളെ ഇത്രയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്ന്, മറ്റു പലതും കണ്ടേക്കാം, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ആത്മീക പ്രബോധനത്തിന് ഗാനങ്ങൾ, കീർത്തനങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അക്ഷരജ്ഞാനമില്ലാതിരുന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവചന പാഠങ്ങളെ, അനുഭവങ്ങളെ പകർന്നു നൽകുവാൻ ഗാനങ്ങളും ഗീതങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. മാർഗം കളിയോടും പരിചയമുട്ട് കളികളോടും ഒക്കെ ചേർന്നുള്ള കീർത്തനങ്ങൾ, ഗാനങ്ങൾ. എനിക്ക് പാടാൻ അറിയത്തില്ല, പക്ഷേ എനിക്കതിൻ്റെ തുടക്ക വരികളൊക്കെ അറിയാം. ആദത്തെ സൃഷ്ടിച്ചു ഏദേനിലാക്കി ദൈവം, തുണയായിട്ട് ഹവ്വായെ കൊടുത്തതും ആദത്തിൻ്റെ അസ്ഥി എടുത്ത് ഹവ്വായെ മെനഞ്ഞതുമൊക്കെ വായിക്കുവാൻ കഴിവില്ല, അച്ചടിച്ച ഗ്രന്ഥങ്ങൾ ലഭ്യമല്ല.
അക്ഷരജ്ഞാനമുള്ളവർ കാര്യമായിട്ടില്ല. പക്ഷേ തിരുവചനങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിക്കൊടുത്തത് ഈ ഗാനങ്ങളിലൂടെയാണ്. മോശ തൻ്റെ ആടുമേച്ചു കാനനത്തിൽ നിൽക്കും നേരം മുൾപ്പടർപ്പെ എരിഞ്ഞിടാതെ കത്തുന്നതി ജ്വാല കണ്ടു. മോശ കണ്ടിട്ട് അമ്പരന്നു എന്ന് തുടങ്ങി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അത് ഗാനരൂപത്തിൽ കീർത്തനമായി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ കൈമാറിയിരുന്നു. ഇന്നലെ വൈകിട്ട് വളരെ അടുപ്പമുള്ള ഒരു വീട്ടിലെ ഒരു പിതാവിന് എന്നെ വിളിച്ചതാണ്. അപ്പം ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുണ്ട്, 3 വയസ്സ് കഷ്ടിയേ ആകുന്നുള്ളൂ. അപ്പം അവന് സംസാരിക്കണം എന്നോട്. തിരുമേനിയപ്പച്ച, ഇന്ന് ഗീവർഗീസ് സഹദായുടെ റാസയായിരുന്നു, ഞാൻ പോയിരുന്നു. ഞാൻ റാസയുടെ ഒരു പാട്ട് പാടട്ടെ. ഒരൊറ്റ അക്ഷരം വായിക്കാൻ അറിയത്തില്ല. അവൻ സ്വർഗാരാജ്യ എന്നുള്ളത് ഒരു 3 വയസ്സിനടുത്ത് പ്രായമുള്ള കുഞ്ഞ് വളരെ ഭംഗിയായിട്ടാണ് പാടുന്നത്. ചില അക്ഷരങ്ങൾ കയറിയും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. ക്ലാരിറ്റി ഒരല്പം കുറവുണ്ട്. ക്ലാരിറ്റി കുറയുന്നിടത്ത് ഞാനൂടെ എനിക്കറിയാവുന്ന പോലെ പാടാൻ ശ്രമിച്ചു. ആദ്യത്തെ സ്റ്റാൻസ കഴിഞ്ഞപ്പം എന്നോട് ചോദിക്കുക, ഇത് മതിയോ, ഞാൻ ഒന്നുകൂടെ പാടട്ടെ? ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പിന്നെ പാടാം. എങ്ങനെയാ കിട്ടിയത്? തലമുറകളിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പാട്ടുകളുടെ മാത്രമല്ല, ക്രൈസ്തവ കുടുംബങ്ങൾ ആധ്യാത്മികതയുടെ അനുഭവങ്ങൾ കൈമാറുന്ന ഇടങ്ങളായിരുന്നു. അപ്പനോ അമ്മയോ കുഞ്ഞുങ്ങളും അന്തി ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഇടങ്ങളല്ലായിരുന്നു. അത് ആദ്യ കാലത്തും അതിനുശേഷവും ഒന്നുകിൽ അമ്മ പഠിപ്പിച്ചു, അല്ലെങ്കിൽ വല്യപ്പനോ വല്യമ്മയോ പഠിപ്പിച്ചു. പക്ഷെ അത് പിഞ്ചു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഞാനിന്ന് ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിന് പോയപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞു. പറയാൻ ഗീവർഗീസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. ഞങ്ങളാരും പ്രാർത്ഥനകളും പാട്ടുകളും പുസ്തകം നോക്കിയല്ല പഠിച്ചത്. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്ന് അവർ ചൊല്ലുന്നത് കേട്ട് അത് എത്രയും കുഞ്ഞുനാളിൽ ഹൃദയത്തിൽ മനസ്സിൽ പതിഞ്ഞാൽ അത് ആഴത്തിൽ പതിയുകയാണ്. വൈദികർ എന്നോട് ക്ഷമിക്കണം. വൈദിക വിദ്യാർത്ഥികളുടെ കൂടെ സൂത്താറ നമ്മുടെ കൂടെ വരുമ്പോൾ അറിയാം, ഞങ്ങൾക്കുള്ള കർത്താവെ ആദ്യം ഇട്ടാൽ ചൊല്ലാൻ ഞാൻ മാത്രമേ കാണുകയുള്ളൂ. അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു. അനുഭവങ്ങൾ നമുക്ക് ഗൗരവമായി നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ആധ്യാത്മികതയുടെ സോങ്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ സ്പിരിച്വൽ എക്സെപ്റ്റേഷൻസ്. ആത്മീക പ്രബോധനത്തിന് ഈ ഗാനങ്ങൾക്ക്, ഗീതങ്ങൾക്ക്, കീർത്തനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രിയമുള്ളവരെ, അനുതാപത്തിന് ഗാനങ്ങൾ ഏറെ ഏറെ ഗുണകരമാണ്. 4-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച 3 പിതാക്കന്മാരെ സ്മരിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിശുദ്ധനായ അപ്രേം, മാർ ബാലായി, സറൂഗിലെ മാർ യാക്കോബ്. വിശുദ്ധനായ അപ്രേം എൻ്റെ അറിവിൽ 150-ലധികം, അതിൽ കുറേ എണ്ണം നമ്മുടെ പമ്പാക്കുട നമസ്കാരത്തിലുണ്ട്, നമ്മുടെ ആരാധനക്രമത്തിലുണ്ട്, കഷ്ടാനുഭാഷ വലിയ നോയമ്പിലെ നമസ്കാരങ്ങളിലുണ്ട് ഈ ഗാനങ്ങൾ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആ പാട്ടൊക്കെ പാടുമ്പോൾ പ്രിയമുള്ളവരെ, എന്തൊരു ആന്തരികമായ ഒരു അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. നമുക്ക് ക്ഷീണം തോന്നാറില്ല, നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. നാം അതിൽ ലയിച്ച് അത്രമാത്രം അനുതാപജനകമായ അനുഭവങ്ങൾ, ഗാനങ്ങൾ നൽകുന്നു. ഞാൻ ഉമ്മൻ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങൾ, ഇവരാരും ഈ ഗാനങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്ത് പോയിരുന്ന് എഴുതിയവരല്ല.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ മകൻ മരിച്ചു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ മകൻ മരിച്ചു കിടക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം പാടിയ പാട്ടാണ്. ദൈവാത്മ നിറവുള്ളവർക്ക് ഗാനങ്ങളുണ്ടാകും, അവർ ഗാനങ്ങൾ രചിക്കും, അത് തലമുറകളെ ആഴത്തിൽ സ്വാധീനിക്കും. വലിയ തിരുമേനി എത്ര പാട്ടുകൾ എഴുതി, എത്ര പ്രസക്തമാണ്, നമ്മളെ സ്വാധീനിക്കുന്നില്ലേ? അദ്ദേഹം അതൊന്നും ട്യൂൺ ചെയ്യാൻ പോയില്ല. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, അത് ആവർത്തിച്ച് യേശു മാത്രം മതി എനിക്ക്, റോഹ മാത്രം എനിക്ക് മതി എനിക്ക്. ഗാനങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നടത്തുന്നത്. അതുപോലെ സമയമാം രഥത്തിൽ വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. അത് പാരടിയും ഈരടിയും ഉണ്ടാക്കി അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനല്ല അത് എഴുതിയത്. ആ പാട്ടിൻ്റെ ട്യൂൺ എടുത്ത് സമൂഹത്തെയോ മറ്റുള്ളവരെയോ അധിക്ഷേപിക്കാനല്ല. സമയമാം രഥത്തിൽ അത് പാടുമ്പോൾ ഒരു സ്പർശനം ഉണ്ടാക്കുന്നില്ലേ പ്രിയമുള്ളവരെ? ഈ ജീവിതത്തിനൊരന്ത്യമുണ്ട്. അതിന് ഞാൻ ഊന്നൽ കൊടുക്കുന്നുണ്ടോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ പറയാൻ പോയാൽ കൂടുതൽ പറയേണ്ടി വരും. അതുകൊണ്ട് നാം ഗൗരവപൂർവ്വം എടുക്കുക. ഈ കാര്യങ്ങൾ നമുക്കൊരു അനുഭവ തലത്തിലെത്തിക്കുവാൻ ഇതുപോലെയുള്ള സംരംഭങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പുണ്യപിതാക്കന്മാരുടെ ഞാൻ പരാമർശിച്ച അവരുടെ മധ്യസ്ഥതയോടെ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും.